നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനുമെതിരെയുള്ള എല്ലാ കുതന്ത്രങ്ങളും പരാജയത്തിൽ കലാശിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിജയശ്രീലാളിതരായി സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തിരിച്ചു വരികയാണ്. ആഘോഷപൂർവ്വമാണ് ആ വരവ്. അതേസമയം മക്കയിൽ തങ്ങൾ പൂർവ്വകാലത്തെ ചെയ്തികൾ ഓർത്ത് ഭീതിയിലായി നിൽക്കുകയാണ് ശത്രുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനുമെതിരെ അത്രത്തോളം അവർ ക്രൂരത കാട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, എല്ലാവർക്കും മാപ്പ് നൽകിയിട്ടുണ്ട്, ആരും ഭയപ്പെടേണ്ടതില്ല. ഈ പ്രഖ്യാപനം മക്കക്കാരെ അത്ഭുതപ്പെടുത്തി. അവർ അത്രത്തോളം ക്രൂരത കാണിച്ചിട്ടും എന്തായിരിക്കും ഞങ്ങൾക്ക് മാപ്പ് നൽകാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും അഭയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ക്രൂരമായി കിട്ടിയ സമയങ്ങൾ മുഴുവനും ആക്രമിക്കുകയും തെറിയാഭിഷേകം നടത്തുകയും എല്ലാവിധ അക്രമങ്ങളും ഏൽപ്പിച്ചയാളാണ് സഫ്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ഈ തിരിച്ചു വരവ് അദ്ദേഹത്തെ ഏറെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാത്രി തന്നെ അദ്ദേഹം നാടുവിട്ടു. പ്രമാണിയും പ്രമുഖനുമായ സഫ്വാൻ്റെ ഈ നാടുവിടൽ നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതുകളിലെത്തി സഫ്വാൻ നാടുവിട്ടിരിക്കുന്നു എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ്വാന് അഭയം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനം അറിയുന്നില്ലല്ലോ, അവരെ അറിയിക്കണ്ടേ? അതെ, അവരെ അറിയിക്കണം. അവിടെ ചെന്ന് പറഞ്ഞാൽ സഫ്വാൻ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല, അതുകൊണ്ട് തെളിവിനായി എന്തെങ്കിലും നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലപ്പാവ് നൽകുകയാണ്. അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു മക്കയിൽ സഫ്വാനെ തെരഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒടുവിൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് സഫ്വാനെ കണ്ടുമുട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം നൽകിയ കാര്യം സഫ്വാനോട് പറയാണ്. അവിടുന്ന് സഫ്വാൻ പറയുമ്പോൾ സഫ്വാൻ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ എന്നോട് വെറുതെ പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് അവിടുത്തെ തലപ്പാവ് കാണിച്ചുകൊണ്ട് ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിവിനായി തന്നതാണ് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയാത്തവനും വഞ്ചിക്കാത്തവനുമാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ സഫ്വാന് തെല്ലൊന്ന് ഒരു ആശ്വാസമായി. അവിടുന്ന് രണ്ടാളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ദൂരെ നിന്ന് സഫ്വാനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. അവിടുന്ന് സഫ്വാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ എനിക്ക് അഭയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സഫ്വാനെ, നിങ്ങൾക്ക് ഞാൻ അഭയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സഫ്വാനെ ആശ്ചര്യത്തോടുകൂടെ അത്ഭുതത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. ഇത്രയേറെ അക്രമങ്ങൾ കാണിച്ചിട്ടും ഇത്രയേറെ ക്രൂരതകൾ തൻ്റെ അനുയായികളോടും പ്രവാചകരോടും ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കും എനിക്ക് മാപ്പ് നൽകിയത്?